Good evening, everyone. Welcome to our PROMETRIC MOH DHA HAAD live session airing from Tiju's Academy, and this is Aishwarya. So a warm good evening to each and everyone. So I'm just waiting for a couple of seconds so that our viewers can join with us. Meanwhile, I just wanted to know how you guys are doing. I hope everyone is doing good with your exam preparations. Yes, good evening everyone. Yes, good evening Sneha, welcome to the session. All right, yes. So here I am welcoming each and everyone to this MOH PROMETRIC DHA HAAD exam preparation live, where we will be discussing the topic which is required to crack this particular examination. Hi Achu, good evening and welcome to the session. Okay. Alright, so without wasting much time, just let's get started. Okay, so in our previous sessions, നമ്മുടെ മുന്നിലുള്ള ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആയിരുന്നു. ആൻഡ് പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ് ദി അനാറ്റമി, നമ്മളതിൻ്റെ അനാറ്റമി, റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമി നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. വി ഡിസ്കസ് ദ അനാറ്റമിക്കൽ സൈഡ്, ദ റിസ്ക് ഫാക്ടേഴ്സ് വിച്ച് ആർ അഫക്റ്റിംഗ് ദ റെസ്പിറേറ്ററി സിസ്റ്റം, അത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ദെൻ വി സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ദാറ്റ് വി ക്യാൻ യൂസ് ടു ഐഡൻറ്റിഫൈ ദ ഇഷ്യൂസ് റെസ്പിറേറ്ററി സിസ്റ്റം. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്ന അടുത്തൊരു ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ റെസ്പിറേറ്ററി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ ബ്രീതിങ് എക്സസൈസ്, സ്പൈറോമെട്രി പോലത്തെ റെസ്പിറേറ്ററി ട്രീറ്റ്മെൻറ്റ് നമ്മളതിനകത്ത് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. വി ഓൾസോ മെൻഷൻ ദ കോൺട്രാ ഇൻഡിക്കേഷൻസ്, അതിൻ്റെ അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന കോൺട്രാ ഇൻഡിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. സപ്ലിമെൻ്ററി ഓക്സിജൻ ഡെലിവറി സിസ്റ്റത്തിൻ്റെ കാര്യവും ആൻഡ് മെക്കാനിക്കൽ വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യവും ആണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന ഒരു പോർഷൻ എന്ന് പറയുക. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു മൂവ് ഓൺ വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദ ബ്രെത്ത് സൗണ്ട്സ്. ഏതൊക്കെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ബ്രെത്ത് സൗണ്ട്സ് എന്ന് പറയുന്നതായിരിക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ടോപ്പിക് എന്ന് പറയുക. ഓക്കെ, സോ വെൻ ഇറ്റ് കംസ് ടു ദ ബ്രെത്ത് സൗണ്ട്സ്, നമ്മളുടെ ഒരു നോർമൽ ഹ്യൂമൻ്റെ ബ്രെത്ത് സൗണ്ട്സിനെ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു ടു, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ടു, രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോർമൽ ബ്രെത്ത് സൗണ്ട്സും ഉണ്ട്, അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സും ഉണ്ട്. സോ ബ്രീതിങ്ങിൻ്റെ തന്നെ പാറ്റേണിനകത്തും സൗണ്ടിനകത്തുമുള്ള വേരിയേഷൻസ് വെച്ചിട്ട് ബ്രെത്ത് സൗണ്ട്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ ബ്രെത്ത് സൗണ്ട്സ്, അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സും. ഇങ്ങനെയാണ് മെയിനായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ. ഇനി നോർമൽ ബ്രെത്ത് സൗണ്ട്സിനകത്ത് എന്തെല്ലാം തരത്തിലുള്ള സൗണ്ട്സാണ് നമുക്ക് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വിച്ച് ഇസ് ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ആസ് വെൽ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുകയും ചെയ്യാം. സോ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന നോർമൽ ബ്രെത്ത് സൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ട്രക്കിയൽ സൗണ്ട്. ട്രക്കിയൽ സൗണ്ടാണ് ദ വെരി ഫസ്റ്റ് നോർമൽ ബ്രെത്ത് സൗണ്ട് എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ഹേർഡ് വെൻ എയർ ഇസ് പാസിങ് ത്രൂ ട്രക്കിയ. ഒരു ട്രക്കിയയിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ടാണ് ട്രക്കിയൽ ബ്രെത്ത് സൗണ്ട് എന്ന് പറയും. സോ ഇറ്റ് ഈസ് ഹേർഡ് വെൻ എയർ ഇസ് പാസിങ് ത്രൂ ട്രക്കിയ, ദാറ്റ്സ് എ വെരി ഫസ്റ്റ് ബ്രെത്ത് സൗണ്ട്. പിന്നീട് വരുന്നതാണ് ബ്രോങ്കിയൽ സൗണ്ട് എന്ന് പറയും. ഇറ്റ് ഈസ് ഹേർഡ് വെൻ എയർ ഇസ് പാസിങ് ത്രൂ ബോത്ത് ട്രക്കിയ ആൻഡ് ബ്രോങ്കൈ. സോ ട്രക്കിയയിൽ കൂടെയും ബ്രോങ്കൈൽ കൂടെയും എയർ പാസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് ബ്രോങ്കിയൽ സൗണ്ട് എന്ന് പറയുക. ആൻഡ് ദ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ബ്രോങ്കോവെസിക്കുലാർ. ബ്രോങ്കോവെസിക്കുലാർ എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയോളിൽസിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രോങ്കിയോളയിൽ നിന്ന് കേൾക്കുന്ന സൗണ്ടാണ് ബ്രോങ്കോവെസിക്കുലാർ എന്ന് പറയുന്നത്. സോ ട്രക്കിയൽ സൗണ്ട് ഉണ്ട്, ബ്രോങ്കിയൽ സൗണ്ട് ഉണ്ട്, ബ്രോങ്കോ വെസിക്കുലർ സൗണ്ടുള്ള കാര്യം
നമ്മൾ പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെസിക്കുലർ സൗണ്ട് ആണ്, വെയർ ദ എയർ ഇസ് പാസിങ് ത്രൂ ആൽവിയോളൈ. ആൽവിയോളയിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ടാണ് വെസിക്കുലർ എന്ന് പറയുക. ഓക്കെ, സോ ട്രക്കിയൽ സൗണ്ട് ഇസ് ദെയർ, ബ്രോങ്കിയൽ സൗണ്ട് ഇസ് ദെയർ, ബ്രോങ്കോവെസിക്കുലർ സൗണ്ട് ഇസ് ദെയർ ആൻഡ് വെസിക്കുലർ സൗണ്ട് ഇസ് ദെയർ. സോ ദീസ് ആർ ദ four major classifications or the four major normal breath sounds. നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന നോർമൽ മേജർ ബ്രെത്ത് സൗണ്ട്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 4 ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ബ്രെത്ത് സൗണ്ട്സ് എന്ന് പറയുന്ന റിലേറ്റഡ് ടോപ്പിക്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്, വിച്ച് ഇസ് ക്വൈറ്റ് ഓഫൻ ആസ്ക്ഡ് ഇൻ എക്സാമിനേഷൻസ്. നമ്മൾക്ക് എക്സാമിനേഷന് ഓഫനായിട്ട് ചോദിക്കുന്ന മറ്റൊരു ഇതാണ് അബ്നോർമൽ ബ്രെത്ത് സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട്സ്. സോ അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദി അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സ്. The very first one is crackles or creps. So first one നമ്മൾ ഇനി അറിയപ്പെടുന്നത് എന്താണ്? crackles അല്ലെങ്കിൽ creps എന്നാണ് നമ്മൾ അറിയപ്പെടുക. crackles അല്ലെങ്കിൽ creps എന്നാണ് ഇതിനെ അറിയപ്പെടുക. And it is heard when air passes through fluid filled alveoli. fluid filled ആയിട്ടുള്ള ഒരു ആൽവിയോളയിൽ കൂടി എയർ പാസ് ചെയ്യുമ്പോൾ എന്ത് സൗണ്ടാണ് കേൾക്കുക? crackles അല്ലെങ്കിൽ creps എന്ന് പറയുന്ന സൗണ്ട് കേൾക്കുന്നതാണ്. The other one is stridor പറയും. Stridor sound is heard when your air passes through completely obstructed airway. കംപ്ലീറ്റ് ആയിട്ടും പൂർണ്ണമായിട്ടും ഒബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു എയർവേയിൽ കൂടി എയർ പാസ് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് സ്ട്രൈഡർ സൗണ്ട് എന്ന് പറയാം. എയർ പാസസ് ത്രൂ കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് എയർവേ, ദിസ് ഇസ് വെയർ ദ സ്ട്രൈഡർ സൗണ്ട് ഇസ് ഹേർഡ്. ഓക്കെ, ക്രാക്കിൾസ് അല്ലെങ്കിൽ ക്രെപ്സ് എന്ന് പറയും. എയർ പാസസ് ത്രൂ ഫ്ലൂയിഡ് ഫിൽഡ് ആൽവിയോളെ പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് എന്താണ്? സ്ട്രൈഡർ പറഞ്ഞു, വെയർ എയർ പാസസ് ത്രൂ കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് എയർവേ. ഓക്കെ, ഇനി മൂന്നാമതെന്ന് പറയുന്നത് that is wheezing sound. മൂന്നാമത്തതാണ് wheezing എന്ന് പറയുന്ന സൗണ്ട്. It is heard when partially obstructed airway, when air is passes through partially obstructed. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്റ്റഡ് എയർവേ ആണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് സ്ട്രൈഡർ എന്ന് പറയുന്ന സൗണ്ടും, ഇഫ് ഇറ്റ് ഇസ് പാർഷ്യലി ഒബ്സ്ട്രക്റ്റഡ് എയർവേ then we will be able to hear the wheezing sound or whistling sound ആയിരിക്കും അബ്നോർമലായിട്ട് കേൾക്കുക. സോ crackles, whistling sound അല്ലെങ്കിൽ wheezing, stridor, then the last one is Rhonchi. ഇതെല്ലാം അബ്നോർമൽ ബ്രീതിങ് സൗണ്ട്സ് ആണ്. സോ Rhonchi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്നോറിങ് സൗണ്ട്, എ ലോ പിച്ച് മ്യൂസിക്കൽ സൗണ്ട് ലൈക്ക് സ്നോറിങ് ഡ്യൂ ടു സെക്രീഷൻസ്. സെക്രീഷൻസ് വന്ന് കഴിയുമ്പോൾ നമ്മളുടെ ബ്രീതിങ്ങിനകത്ത് വരുന്ന സൗണ്ട് ചേഞ്ച് ആണ്. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബ്രീതിങ് സൗണ്ട് എങ്ങനെയായിട്ട് മാറും? സ്നോറിങ് സൗണ്ടായിട്ട് മാറും. ഒരു ലോ പിച്ച് മ്യൂസിക്കൽ സൗണ്ട് ലൈക്ക് സ്നോറിങ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് വാട്ട് വി കോൾ Rhonchi. Rhonchi എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ദീസ് ആർ ദി 4 abnormal breathing sound. So breathing sounds and breath sounds ne patti namukku padikkanulladu idana. There are 4 normal breath sounds, that is tracheal, bronchial, bronchovesicular and vesicular, and the other 4 are the abnormal breath sounds, that is crackles, creps, stridor, wheezing or bronchi. So when this particular sound is being heard ennulla karyam nammal endu cheyidu correct aayittu മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ് യു പീപ്പിൾ വിൽ ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ നോർമൽ ആൻഡ് അബ്നോർമൽ ബ്രീതിങ് സൗണ്ട്സ് ഓർ ബ്രെത്ത് സൗണ്ട്സ് ഹിയർ ആഫ്റ്റർ ദിസ് ക്ലാസ്. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വി ആർ ഗോണ സ്റ്റാർട്ട് വിത്ത് ദി ഡിസീസ് കണ്ടീഷൻസ് റിലേറ്റഡ് ടു ദി റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസീസ് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് പോകുകയാണ്. വി ആർ ഗോണ സ്റ്റാർട്ട് വിത്ത് ദ വെരി ഫസ്റ്റ് ഡിസീസ് കണ്ടീഷൻ. നമുക്ക് ഏറ്റവും ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഡിസീസ് കണ്ടീഷൻ, ദ ഡിസീസ് റെസ്പിറേറ്ററി ഡിസീസ് കണ്ടീഷൻ, ദാറ്റ് ഇസ് ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഫ്ലെയിൽ ചെസ്റ്റ്, FLAIL. സോ പ്ലീസ് ബി വെരി കോഷ്യസ് വിത്ത് ദ സ്പെല്ലിംഗ് ഓഫ് ദിസ് വേർഡ്. ഫ്ലയൽ, ഫിയൽ എന്നൊക്കെ ആൾക്കാർ എഴുതി ഞാൻ കാണാറുണ്ട്. ഇറ്റ്സ് FLAIL, ഫ്ലെയിൽ ചെസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നതാണ്. സോ ഫ്ലെയിൽ ചെസ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണ്. സോ വാട്ട് ഇസ് ദിസ് ഫ്ലെയിൽ ചെസ്റ്റ്? ദാറ്റ് ഇസ് വാട്ട് ഇസ് മെൻഷൻ ദെയർ ഓൺ ദ സ്ലൈഡ്. ഇറ്റ് ഇസ് കോസ്ഡ്, ദ ചെസ്റ്റ് ഇഞ്ചുറി കോസ്ഡ് ഡ്യൂ ടു ബ്ലണ്ട് ചെസ്റ്റ് ട്രോമ ഇൻ ആൻ ആക്സിഡൻറ്റ് ഓർ സ്ട്രോങ് സ്ട്രൈക്ക്. ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു സ്ട്രൈക്ക് കിട്ടുമ്പോഴോ നമ്മുടെ ചെസ്റ്റിന് ഉണ്ടാകുന്ന ഒരു ബ്ലണ്ട് ട്രോമ കൊണ്ടുണ്ടാകുന്ന ചെസ്റ്റ് ഇഞ്ചുറീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫ്ലയൽ ചെസ്റ്റ് എന്ന് വിളിക്കുക. സോ ഇതൊരു ഫ്ലയൽ ചെസ്റ്റ് ആണ് എന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ അറിയണമെങ്കിൽ അതിന് വാട്ട് ആർ ദ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇതുമായിട്ട്
അസോസിയേറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ മറ്റൊരു രീതി ഇതാണ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാം തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാനായിട്ട് പറയും? ഡിസീസ് കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറയും. Alright, so let's see the clinical features. Severe pain in the chest. Chestil എന്തുണ്ടായിരിക്കും? Okay, severe chest pain ഉണ്ടായിരിക്കും. That is the very first clinical feature if there is flail chest. രണ്ടാമത്തത് ഡിസ്നിയ അല്ലെങ്കിൽ ബ്രീതിങ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. മൂന്നാമത്തത് സൈനോസിസ്, നമ്മൾ ബ്ലൂ പെയിൽ കളർ ആയിരിക്കും. ദ എൻറ്റയർ ബോഡി വിൽ ബി ബ്ലൂ പെയിൽ ഇൻ കളർ. സോ സൈനോസിസ് സിറ്റുവേഷൻ ഉണ്ട്. ബ്രീതിങ് സൗണ്ട്, ബ്രീതിങ് ഡിഫിക്കൽട്ടി, ഡിസ്നിയ സിറ്റുവേഷനിലേക്ക് പോകും. സിവിയർ ചെസ്റ്റ് പെയിൻ ആയിരിക്കും. ടക്കികാർഡിയ ഉണ്ട്. there is increased heart rate is there. increased heart rate വരുന്ന ടക്കികാർഡിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഹൈപ്പോടെൻഷൻ, ബി വെരി കോൺഷ്യസ്, ഹൈപ്പോടെൻഷൻ ആണ്. then there is increased respiratory rate, that is tachypnea എന്ന് പറയുന്ന increased respiratory state നമ്മൾക്ക് വരുന്നുണ്ട്. and the final clinical feature is paradoxical respiration. So do you guys have any idea what you mean by this paradoxical respiration? So I could see that many of you people are watching this live right now. So any one of you, can you please tell me in the comment box what is this paradoxical respiration? Yes. All right. പാരഡോക്സിക്കൽ റെസ്പിറേഷൻ, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് നമ്മളൊരു നോർമൽ റെസ്പിറേറ്ററി സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഇൻസ്പയർ ചെയ്യുകയാണല്ലേ, എന്താണ് എയർ അകത്തേക്ക് ഇൻടേക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഒരു നോർമൽ ചെസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ചെസ്റ്റ് എക്സ്പാൻഡ്സ് ഔട്ട്വേർഡ്. ചെസ്റ്റ് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. ചെസ്റ്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡ്യൂറിങ് എക്സ്പിറേഷൻ ദ ചെസ്റ്റ് മൂവ്സ് ഇൻവേർഡ് ആൻഡ് ദ ഡയഫ്രം റൈസസ്. ഇപ്പോൾ എക്സ്പിറേറ്റ് ചെയ്യുമ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യുന്നു? അകത്തേക്കാവുന്നു. ഇൻസ്പിറേഷൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതാണ് ഒരു നോർമൽ റെസ്പിറേറ്ററി സിനാരിയോ എന്ന് പറയാം. ഇൻസ്പയർ ചെയ്യുമ്പോൾ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പയർ ചെയ്യുമ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യുന്നു? അകത്തേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നോർമൽ സിനാരിയോ. ഇനി പാരഡോക്സിക്കൽ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, സോ ഈ ഫ്ലയൽ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡ്യൂ ടു ചെസ്റ്റ് ഇഞ്ചുറി ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇൻസ്പിറേഷൻ്റെ സമയത്ത് എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം ചെസ്റ്റിൻ്റെ ആ ഒരു ഡാമേജ് പോർഷൻ മൂവ് ഇൻവേർഡ്, ഉള്ളിലേക്കാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓപ്പോസിറ്റ് ചെയ്യാവുന്നു. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അത് ഇൻവേർഡ് പോവുകയും അത് ഇൻവേർഡിൽ പോകേണ്ട സമയത്ത് കൺട്രാക്ട് ചെയ്യേണ്ട സമയത്ത് അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ഓപ്പോസിറ്റ് മൂവ്മെൻറ്റിനെയാണ്, ഓപ്പോസിറ്റ് ചെസ്റ്റ് മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാരഡോക്സിക്കൽ റെസ്പിറേഷൻ എന്ന് പറയുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നോർമൽ എന്താണ്? ഇൻസ്പിറേഷൻ്റെ സമയത്ത് ചെസ്റ്റ് മൂവ്സ് ഇൻവേർഡ്. ഇൻസ്പിറേഷൻ്റെ സമയത്ത് ചെസ്റ്റ് എക്സ്പാൻഡ്സ് ആൻഡ് എക്സ്പിറേഷൻ്റെ സമയത്ത് ചെസ്റ്റ് എന്ത് ചെയ്യണം? എക്സ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ഔട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുകയും എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യാണ്? മൂവ്സ് ഇൻവേർഡുമാണ്. ഇതാണ് നോർമൽ സിനാരിയോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നു. ഇൻസ്പിറേഷൻ ചെയ്യുമ്പോൾ ചെസ്റ്റ് എന്താവുന്നു? ഉള്ളിലേക്ക് പോവുകയും എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ചെസ്റ്റ് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഓഫ് നോർമൽ റെസ്പിറേറ്ററി ചെസ്റ്റ് മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ പാരഡോക്സിക്കൽ റെസ്പിറേഷൻ എന്ന് പറയാം. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്ലിനിക്കൽ ഫീച്ചർ മാർക്ക് ചെയ്യുക. ബിക്കോസ് by using this particular clinical condition we can identify whether it is a flail chest or not. So clinical features എപ്പോഴും ഓരോ ഡിസീസ് കണ്ടീഷൻ്റെയും മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു. ഫ്ലയൽ ചെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ചെസ്റ്റ് ഇഞ്ചുറി ഡ്യൂ ടു ചെസ്റ്റ് ട്രോമ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആൻഡ് നൗ വി ആർ ഗോണ സീ ദി management of this condition, how we are supposed to provide the nursing management. So the nurses aspect ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാനേജ്മെൻ്റ് ആണ്. സോ അവിടെ ഏതൊക്കെ പോകണം? ഫൗളേഴ്സ് പൊസിഷൻ, മോണിറ്റർ ഫോർ റെസ്പിറേറ്ററി ഡിസ്ട്രെസ്,
administer oxygen and analgesics, maintain bed rest, and prepare for intubation if there is respiratory failure. So if respiratory failure ഉണ്ടായാൽ മാത്രം എന്ത് കൊടുക്കുക, intubation prepare ചെയ്യുക. ബാക്കി follows position, monitor for respiratory distress, administer O2 and analgesics, maintain bed rest, ഈ പറയുന്നതെല്ലാം എന്താണ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യുക. intubation വേണ്ടി വന്നാൽ മാത്രം നമ്മൾ എന്ത് കൊടുക്കുക, respiratory failure കൊടുക്കുക. Okay, respiratory failure vannal maatram endu kodukka, intubation kodukka. These are the management, nursing management that we can provide to a patient with a flail chest condition. So I hope you people got an idea regarding what is this flail chest condition, what are the clinical features to identify this particular condition, and what are the nursing management that we can provide for this condition. Another patti oru idea kittiyenu vicharikkunnu. And we also discussed the normal and abnormal blood sound that we often heard in human cardio നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ബാക്കി എന്തൊക്കെയാണ് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്നും മറ്റു പല റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും നഴ്സിംഗ് മാനേജ്മെൻറ്റുകളും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഹോപ്പ് ദിസ് പെർട്ടിക്കുലർ സെഷൻ ഇസ് യൂസ്ഫുൾ ഫോർ യു പീപ്പിൾ. സോ ജസ്റ്റ് ടേക്ക് ഡൗൺ ദി നോട്ട്സ് ആൻഡ് പ്രിപ്പയർ യുവർ സെൽഫ് ആൻഡ് റൈറ്റ് ദി എക്സാം ആൻഡ് ഗെറ്റ് യുവർ ഡിസൈഡ് സ്കോർസ്. So thank you so much everyone for watching. I'll be meeting you with MOH PROMETRIC HAAD DHA live session on this on every Wednesdays at 4 p.m. So thank you so much, and thank you so much. We'll see you very soon. Thank you guys.